ഹേ ഗൈസ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ റിവ്യൂ ആയിട്ടാണ്. നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് മെയിനായിട്ടുള്ള കൺസേൺ ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ലുക്കായിരിക്കും. കാരണം ഒരു ഇലക്ട്രിക് സൈക്കിൾ പോലുള്ള ലുക്സുമായിട്ട് തീരെ ചെറിയ സൈസുമായിട്ട് നമുക്കൊരു യങ്സ്റ്റേഴ്സിനൊന്നും ചൂസ് ചെയ്യാൻ പറ്റാത്ത ലുക്സിലാണ് ഇന്ന് ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസേൺ നിങ്ങൾക്ക് വേണ്ട. ഏറ്റവും ടോപ്പ് ലുക്കിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. വണ്ടി ഏതാണെന്ന് വെച്ചാൽ ബെൻലിംഗ് ഇന്ന് 4 ടൈപ്പ് വണ്ടികളാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ടോപ്പ് സ്പീഡ് കാറ്റഗറിയിൽ വരുന്ന ഓറ എന്ന് പറഞ്ഞ ബെൻലിംഗ് ഓറ എന്ന് പറഞ്ഞ ബൈക്കിൻ്റെ റിവ്യൂ ആണ് ഇന്നുള്ളത്. ഈ ബൈക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലക്ട്രിക് വെഹിക്കിളാണ്. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ ഇല്ല, സൗണ്ട് ഫ്രീ ആണ്, അതുപോലെ തന്നെ വളരെ എക്കണോമിക്കായിട്ട്, അതായത് നമ്മൾ പെട്രോളിൻ്റെ ഡീസലിൻ്റെയൊക്കെ വില കൂടുന്ന സമയത്ത് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ എക്കണോമിക്കായിട്ട് തന്നെ നമുക്ക് ഈ വണ്ടി ചിലവ് കുറഞ്ഞ രീതിയിൽ ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റും. ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 72 വോൾട്ടിൻ്റെ 40 AH ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലൈഫ് കമ്പനി പറയുന്നത് ഫുൾ ചാർജിൽ ഇതിൻ്റെ എക്കോ മോഡൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 120 to 140 കിലോമീറ്റേഴ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു 3 യൂണിറ്റോ മറ്റോ ചാർജാണ് വേണ്ടിയിരുന്നത്. 3 യൂണിറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 18 രൂപയുടെ ചാർജാണ് നമുക്കിതിന് ചെയ്യേണ്ടി വരുന്നത്. ആ ഒരു 18 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ നമുക്ക് ഏകദേശം 120 to 140 കിലോമീറ്റേഴ്സിനിടയിൽ ഓടാൻ പറ്റുന്നതാണ് കമ്പനി പറയുന്നത്. ഇനി മോട്ടറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 2500 വാട്ട്സിൻ്റെ മോട്ടറാണ് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ പുള്ളിങ് ഉള്ള ഒരു മോട്ടർ തന്നെയാണ് ഇതിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക് ബേസിൽ മെയിനായിട്ടുള്ള പ്രശ്നം ആൾക്കാർക്ക് ചിന്തിക്കുന്നത് ഇത് കുന്ന് വലിച്ച് കയറുമോ എന്നുള്ളത്. അതായത് കുന്നിൽ നിന്ന് പോകുമോ, 2 ആൾക്കാരെ എടുത്തിട്ട്, അതായത് പില്ലിയൻ സീറ്റിലും ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് കുന്നിലേക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലംസ് ആൾക്കാർക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ബെൻലിങ്ങിൻ്റെ ഓറ വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് ആ ഒരു കേസിൽ നമുക്ക് തരുന്നത്. ഇനി വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ തന്നെ ആദ്യം തുടങ്ങാം. മുന്നിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു LED വൈറ്റ് ലൈറ്റാണ് വരുന്നത്. LED ഹെഡ് ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് വളരെ സ്റ്റൈലിഷായിട്ട് ബെൻലിങ്ങിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഗ്രില്ല്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഇതുപോലെ വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് ടയറിലേക്ക് വരികയാണെങ്കിൽ ഡിസ്ക് ബ്രേക്കോട് കൂടിയിട്ടുള്ള ഒരു അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബാക്കിൽ ഡ്രം ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. വളരെ വണ്ടിയോട് കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല സ്റ്റൈലിംഗ് സീറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ബെൻലിംഗ് ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ബ്രാൻഡ് നെയിം ബെൻലിംഗ് ഓറ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു LED ടെയിൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഗ്രില്ലുണ്ട്, പ്രൊട്ടക്റ്റീവ് ഗ്രില്ലുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്റ്റൈലായിട്ട് തന്നെ ഗ്രാബ് ഗ്രില്ല് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലഗേജ് ചെയ്യാനുള്ള ഒരു കാരിയർ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള മെയിനായിട്ടൊരു സാധനം ഈ ഒരു സാഡിൽ റെസ്റ്റാണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ്. കാരണം ഇതൊരു കുറച്ച് ടോർക്ക് കൂടിയ വണ്ടിയാണ്. ടോർക്ക് കൂടിയ വണ്ടിയായതുകൊണ്ട് തന്നെ നമ്മൾ പുറകിലിരിക്കുന്ന ആൾ നമ്മൾ ഇനീഷ്യലി വണ്ടി എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ബാക്കിലേക്ക് കുറച്ച് പുഷ് ആവുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുറകിലിരിക്കുന്ന ആൾക്ക് ഞാനിപ്പം പുറകിലിരുന്നപ്പോൾ വളരെ സപ്പോർട്ടീവായിട്ട് തോന്നിയ ഒരു സാഡിൽ റെസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി സൈഡിൽ ലേഡീസുള്ള ഫുഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബാക്കിൽ പറഞ്ഞ പോലെ ഡ്രം ബ്രേക്ക് ആണ്. പിന്നെ ഈ വണ്ടിയുടെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മോട്ടർ ഈ ടയറിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ബെൽറ്റോ അതുപോലത്തെ ചെയിനും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ കംപ്ലയിൻസും ഇടയ്ക്ക് വരാനില്ല. ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് എന്ന് പറയുന്നത് ഇത്ര ഒരു സ്പേസ് ആണ് വരുന്നത്. നമ്മുടെ കാല് സുഖമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല കംഫർട്ടുള്ള ഏരിയ തന്നെയാണ് വരുന്നത്. പിന്നെ അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സ്റ്റോറേജ് ഏരിയ തന്നെയാണിത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് USB ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൊബൈലൊക്കെ അത്യാവശ്യം നമുക്ക് ഇവിടുന്ന് ചാർജ് ചെയ്യാം. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഹാങ്ങർ വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയാൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാങ്ങർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ റണ്ണിങ് സ്പീഡാണ് കാണിക്കുന്നത്. അതുപോലെ ഓഡോമീറ്റർ റീഡിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ
ഇത് നമ്മുടെ ബാറ്ററി ചാർജാണ് കാണിക്കുന്നത്. 4 ലെവലിലായിട്ടുള്ള ബാറ്ററി ചാർജാണ് കാണിക്കുന്നത്. ഇപ്പം നമുക്ക് 3 ലെവലാണ് ഉള്ളത്. 1 കുറഞ്ഞിട്ടുണ്ട്, നമ്മൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇവിടെ 1 2 3 4 എന്ന് എഴുതി കാണിക്കുന്നത് ഇതിൻ്റെ സ്പീഡ് ലെവൽസാണ്. ഇതിന് 4 ടൈപ്പ് സ്പീഡ് ലെവൽസാണ് ഉള്ളത്. ഒന്നാമത്തെ മോഡ് ലോ മോഡ്, രണ്ടാമത്തെ മോഡ് വരുന്നത് എക്കോ മോഡാണ് വരിക. ഇനി മൂന്നാമത്തെ മോഡ് പോകുന്നുണ്ടെങ്കിൽ സ്പോർട്ടി മോഡ് എന്ന് പറയും, നാലാമത്തെ മോഡ് ടെർബോ എന്ന് പറയും. സ്വിച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പീഡ് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു SM എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇത് പ്രസ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പുതിയ വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ലൈറ്റിന് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, പാർക്കിങ്, അതുപോലെ ഹെഡ് ലാമ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാർക്കിംഗ് ബട്ടണാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ വണ്ടി പാർക്കിങ്ങിലായിരിക്കും. വണ്ടി ഓടി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ പ്രസ് ചെയ്യുക. ഇനി നമ്മൾ അഥവാ ഒരു 30 സെക്കൻഡ്സ് വണ്ടി എടുക്കാണ്ട് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കലി പാർക്കിംഗ് ആവും. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിമ്മ് ബ്രൈറ്റ് ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററൊക്കെ വളരെ സ്മൂത്താണ്. അതുപോലെ തന്നെ ഇത് ഹോൺ ബട്ടണാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ വേറെ തന്നെ സ്പെഷ്യലായിട്ടൊരു ബട്ടൺ, നമുക്കാർക്കും പരിചയമില്ലാത്തൊരു ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയിൽ എന്തെങ്കിലും വയറിങ്ങിലോ മറ്റോ കംപ്ലയിൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ വണ്ടിയുടെ കൺട്രോളറിനായിരിക്കും മാക്സിമം ഒരു പ്രശ്നം വരാൻ പോകുന്നത്. അപ്പോൾ ഈ കൺട്രോളറിലേക്ക് കണക്ഷൻ കൊടുക്കാതെ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്നും മോട്ടറിലേക്ക് കണക്ഷൻ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമുക്കൊരു മെക്കാനിക്കിനെ കണ്ടെത്തുന്നവരെ ഈ ഒരു പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് പോകാം. അതായത് നമ്മുടെ വണ്ടിയിൽ ചോക്കിൻ്റെ ഒക്കെ യൂസേജ് പോലെയാണ് ഈ ഒരു സാധനം വരുന്നത്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഞാൻ കണ്ടത് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. ഇതിൻ്റെ ബാറ്ററി ചാർജാണ്. ഇത്ര സൈസുള്ളൊരു ബാറ്ററി ചാർജർ മാത്രമേ ഇതിന് കൊള്ളാനുള്ള സ്ഥലം ഇതിൻ്റെ അടിയിലുള്ളൂ. ഒരു ഹെൽമെറ്റ് എങ്ങനെയും ഇതിൻ്റെ അടിയിൽ നമുക്ക് കൊള്ളിച്ചെടുക്കാൻ പറ്റില്ല. അതിൻ്റെ അപ്പുറം നമുക്ക് ബാറ്ററിക്കുള്ള സ്പേസാണ് ഇവർ കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ്. ഈ ചാർജർ ഒന്ന് മാറ്റിയാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് ഇവിടുന്ന് ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ബാറ്ററിയാണ്. 2 ടൈപ്പിലാണ് ഈ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഈ ബാറ്ററി ചാർജർ കൊണ്ട് തന്നെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഒന്ന് ബാറ്ററി ഡിറ്റാച്ച് ചെയ്തെടുത്ത് വീടിനുള്ളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് പവർ പ്ലഗിലാണ് ഇത് പിൻ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഓൺ ഓഫ് ഫ്യൂസ് ഇവിടെയാണ് വരുന്നത്. മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. ഇത് ഓഫ് ചെയ്തിട്ട് വേണം ബാറ്ററി ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രണ്ടാമത് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് വണ്ടിയിൽ കൊടുക്കാൻ പറ്റും. ഇത് ഇവിടെ ആണ്, ഫുട്രസിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് പിൻ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിമോട്ട് കൺട്രോളാണ്. നമുക്ക് ഒരു കാറിനൊക്കെ ഇല്ല പോലെ തന്നെ നമുക്ക് ഒരു അൺലോക്കിംഗ് ബട്ടൺ, അതുപോലെ ലോക്ക് ബട്ടൺ, അതുപോലെ ഇതൊരു സ്പാർക്കിൻ്റെ സിമ്പലുണ്ട്. ഇത് ഡബിൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ വണ്ടി സ്റ്റാർട്ടിങ് ആവും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അലാത്തിൻ്റെ ബട്ടൺ കൂടിയാണുള്ളത്. ഒന്ന് നമുക്കെന്ന് പറഞ്ഞാൽ ഈ വണ്ടി അൺലോക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ വണ്ടി ഇവിടെ ഡിസ്പ്ലേ ഓണായി. നമുക്കിനി പാർക്കിംഗ് ഓഫാക്കിയതിന് ശേഷം റൈഡ് ചെയ്ത് തുടങ്ങാം. രണ്ടാമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ അൺലോക്ക് ബട്ടൺ അമർത്തിയതിന് ശേഷം നമുക്ക് ഇത് ഡബിൾ പ്രസ് ചെയ്താലും വണ്ടി സ്റ്റാർട്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് നോർമൽ വണ്ടി യൂസ് ചെയ്യുന്ന പോലെ കീ ഇട്ടിട്ടും ഇഗ്നിഷൻ ഓൺ ചെയ്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 ടൈപ്പിലാണ് നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് ഈ ചാവി കയ്യിൽ വെച്ചാൽ തന്നെ ചാവി ശരിക്കും വണ്ടിയിൽ ഘടിപ്പിക്കണമെന്ന് ഒന്നും തന്നെ ഇല്ല. ഡിക്കി തുറക്കാനും അതുപോലെ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയുടെ ചാവിയുടെ ആവശ്യം വരുന്നത്. ഇതിന് വാറണ്ടിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വർഷത്തെ വാറണ്ടിയാണ് ഇതിൻ്റെ ബാറ്ററിക്ക് കമ്പനി കൊടുക്കുന്നത്. അതുപോലെ 2 വർഷത്തെ വാറണ്ടി ഇതിൻ്റെ മോട്ടറിന് കൊടുക്കുന്നുണ്ട്. 1.5 വർഷത്തെ വാറണ്ടി ഇതിൻ്റെ കൺട്രോളറിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 വർഷത്തെ വാറണ്ടി ഇതിൻ്റെ ബാറ്ററി ചാർജറിനും കമ്പനി കൊടുക്കുന്നുണ്ട്. ഇനി ഈ വണ്ടി കൊണ്ട് ഞാൻ ഡിഫറെൻറ്റ് ഏരിയാസിൽ, ഡിഫറെൻറ്റ് റോഡ്സിൽ, ഡിഫറെൻറ്റ് ടെറൈനിൽ ട്രൈ ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടിട്ടോ. ഇതിപ്പോൾ ഈ റോഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തനിമ വിളിച്ചു ഒന്നൊരു റോഡാണ്. കാരണം ഇത് മൊത്തം ടാറിങ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൊത്തം പാച്ച് വർക്കാണ്. മൊത്തം ടാറിങ് പാച്ച് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റോഡിലെ കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അതായത് മൊത്തം അത്യാവശ്യം ഗട്ടർ പോലത്തെ റോഡാണുള്ളത്. ഇപ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിളൊക്കെ എങ്ങനെ ഇവിടുന്ന് പെർഫോം ചെയ്യുന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് മൊത്തം കുണ്ടും കുഴി എന്ന് പറഞ്ഞ റോഡ് തന്നെയാണ്. പക്ഷേ ആ വണ്ടിയുടെ വെയിറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതോ അങ്ങനെ ഒരു ബാധിക്കൽ ഇതിനില്ല. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്.
ഇതിപ്പം എൻ്റെ മുന്നിലുള്ളത് ഒരു കുത്തനെയുള്ള കുന്നും അതുപോലെ തന്നെ ഒരു ഓഫ് റോഡുമാണ്. നമുക്ക് ഈ ഒരു വണ്ടി ഒരു കുന്ന് കൂളായിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ കുറച്ചെല്ലാം അംഗീകരിക്കാൻ തോന്നുന്നു. ഞാനിപ്പോൾ ഫസ്റ്റ് ഡ്രൈവിംഗ് മോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് കയറാൻ നോക്കാം. കൂളായി കയറിപ്പോൾ ഉണ്ട് ഫസ്റ്റ് മോഡിൽ തന്നെ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നിങ്ങൾ ഹൈവേയിൽ ഒരുപാട് ദൂരം ഡെയിലി യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വളരെ സ്മൂത്തായിട്ടാണ് വണ്ടി ഹൈവേയിൽ ഓടുന്നത്. വളരെ ഒരു ലിഫ്റ്റൊക്കെ പോകുന്ന പോലെ അത്രയും സ്മൂത്തായിട്ട് റോഡിൽ വണ്ടി നീങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പീഡും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല വളരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ചിലവ് കുറച്ചിട്ട് ഹൈവേയിൽ ഓടിക്കാൻ പറ്റിയ മറ്റൊരു വണ്ടി ഉണ്ടെന്ന് തോന്നുന്നില്ല. തീർച്ചയായും നമ്മളൊരു വണ്ടി എടുക്കുന്നതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. ഇത് അത്യാവശ്യം കുത്തനെയുള്ള ഒരു കുന്നാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ പുറകിൽ ഒരാളുണ്ട്. അപ്പം ഒരാളെ പുറകിൽ കയറ്റിക്കൊണ്ട് പിൻ സീറ്റിൽ ഒരാൾ ഇരിക്കുമ്പോൾ നമുക്ക് ഈ കുന്നിലുള്ളതിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. നമ്മൾ ഒന്നാമത് തന്നെ ഫസ്റ്റ് റൈഡിങ് മോഡിലാണ് ഞാൻ കയറ്റുന്നത്. ഫസ്റ്റ് റൈഡിങ് മോഡ് ഇട്ടു, പാർക്കിംഗ് ഓഫാക്കി. കുത്തനെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കുത്തനെയുള്ള കുന്ന് തന്നെയാണ്. ഞാൻ റൈഡിങ് മോഡ് സെക്കൻഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു മിനിമം 20 km/h സ്പീഡിൽ നമുക്ക് ഈ ഒരു കുന്ന് ഈസിയായി വലിച്ച് കയറ്റിയിട്ടുണ്ട്. നല്ല കൂളായിട്ട് വലിച്ച് കയറിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. ഇത് അവസാനമായിട്ട് നമുക്ക് ഒരു ടെസ്റ്റ് കൂടെ നടത്താം. അത്യാവശ്യം ഒരു ഓഫ് റോഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു ചെങ്കൽപ്പണയിലൊക്കെയുള്ള റോഡാണിത്. അപ്പം എൻ്റെ പുറകിൽ ഒരാൾ കൂടി ഉണ്ട്. ഇപ്പം ഒരാളെ കൂടി കയറ്റിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇത് ഗട്ടറിലൂടെ പോകുമ്പോഴും അങ്ങനെയൊക്കെ ഈ വണ്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ഫ്രീ ആയിട്ടാണ് ഓടിക്കുന്നത്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പുറകിൽ ഒരാളിരിക്കുന്നുണ്ട് എന്നൊരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ പെട്രോൾ വണ്ടിയിൽ അല്ലെങ്കിൽ നോർമൽ വണ്ടിയിൽ ഫ്യൂവൽ അടിച്ചു വിടുന്ന വണ്ടിയിലൊക്കെ നമുക്ക് പുറകിൽ ഒരാളിരിക്കേണ്ട അതിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യും. പക്ഷേ ഇതിനകത്തത് ഫീൽ ചെയ്യുന്നുള്ള അതാണ് ഗുണം. ഓഫ് റോഡാണ് ഞാൻ പറഞ്ഞ പോലെ കൂളായി കയറി പോകുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ഡൗട്ടാണ്, ഒരു പെട്രോൾ വണ്ടിയുടെ പവർ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന് തരാൻ പറ്റുമോ എന്നുള്ളത്. ഒരു ഡൗട്ടും വേണ്ട. ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നമ്മൾ കമ്പനി ചെയ്തിട്ടില്ല. ബെൻലിംഗ് ഓറ എന്ന് പറഞ്ഞ ഈ വെഹിക്കിളിൽ വളരെ നല്ല രീതിയിൽ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 1 രൂപയ്ക്ക് 7 കിലോമീറ്റർ വരെ ഓടാൻ പറ്റുന്ന വിധത്തിൽ 1 രൂപയ്ക്ക് 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ എക്കണോമിക്കായിരിക്കും, വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഒരു മാസം നിങ്ങളൊരു 2000-2500 രൂപക്കോ ഒക്കെ പെട്രോൾ അടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ചാർജിങ് കോസ്റ്റ് നിങ്ങൾക്ക് ഒരു 2000 രൂപക്കൊക്കെ പകരം വരുന്നത് ചിലപ്പോൾ ഒരു 200-250 രൂപക്ക്. അത് ഏകദേശം 10 ഇരട്ടിയോളം എഫിഷ്യൻസി, 10 ഇരട്ടിയോളം ലാഭം നിങ്ങൾക്ക് ഈ ഒരു ചാർജിങ് വെഹിക്കിൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി. ഇനി നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ വണ്ടി എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ കണ്ണൂരിലെ വെള്ളറ മോട്ടോഴ്സിൽ നമുക്ക് വണ്ടി അവൈലബിൾ ആണ്. നിങ്ങൾ അവിടെ പോകാം, ഫ്രീ ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം. അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. വളരെ നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ വണ്ടി ഷുവറായിട്ടും തരും, ഒരു ഡൗട്ടും ഇല്ല. ധൈര്യമായിട്ട് പോയി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. ഇനി കൺഫേം ആയിട്ടും ഒരു നെക്സ്റ്റ് 5 ഇയേഴ്സിൽ നമ്മൾ കാണുന്നത് ഒരുപാട് പെട്രോൾ ഡീസൽ വെഹിക്കിൾസിനെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് റീപ്ലേസ് ചെയ്യുന്ന നമുക്ക് ഷുവറാണ്. ഈ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ പെട്രോൾ ഗിയർലെസ്സിൻ്റെ ഒരു ഇലക്ട്രിക്കൽ സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്. കാരണം നമുക്ക് ഇത് ഓടിക്കാൻ ലൈസൻസ് വേണം, അതുപോലെ തന്നെ ഹെൽമെറ്റ് വേണം. ഒരു ഗിയർലെസ് വെഹിക്കിൾ ഓടിക്കാൻ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് എല്ലാം തന്നെ ഇതിനും വേണം. നമുക്ക് പൊല്യൂഷൻ്റെ പേപ്പർ ഒഴികെ എല്ലാ സാധനവും ഇതിന് വേണം. ഞാനിവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ്ലി വിളിക്കുക. ഫീൽ ഫ്രീ ടു കോൺടാക്ട് ആൻഡ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, വിളിക്കുക. അപ്പോൾ അറ്റ്ലാസ്റ്റ് നമുക്ക് വണ്ടിയുടെ ഒരു ഓവറോൾ കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. കാരണം നമുക്കൊരു തലവേദനയിലും ടെൻഷൻ അടിക്കാണ്ട് വലിയ മെക്കാനിക്കൽ സെറ്റിങ്സും ഒന്നും ഇല്ലാതെ നമുക്കൊരു ബാറ്ററിയും മോട്ടറും കൺട്രോളറും വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത് കംപ്ലയിൻസ് കുറവായിരിക്കും. അതുപോലെ ഇതിൻ്റെ കളർ വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇത് സെയാനാണ് വരുന്നത്. സെയാന് ബ്ലാക്ക്,
വൈറ്റ്, റെഡ്, മെറ്റാലിക് ഗ്രേ, അതുപോലെ പേർപ്പിൾ, ഇങ്ങനെ 6 കളേഴ്സിലാണ് നമുക്ക് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഇതിൻ്റെ ഡീലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏതായാലും കൺഫേം ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു വണ്ടിയാണ്, ഷുവറായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. ഇനി ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് വണ്ടിയോ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, 2 വീൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഗേൾസ് ആയാലും ജെൻസ് ആയാലും ആർക്കായാലും തന്നെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്താൽ ഇതല്ലാതെ വേറെയും ലോ സ്പീഡ് വെഹിക്കിൾസ് അവൈലബിൾ ആണ്. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ വണ്ടി ഓടിച്ച സമയത്ത്, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം നിങ്ങൾ ഏതായാലും ട്രൈ ചെയ്യേണ്ട ഒരു വണ്ടിയാണ്. ഏതായാലും ഇവരുടെ മറ്റ് വെഹിക്കിൾസിൻ്റെ കൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിച്ചറിയാൻ പറ്റും. മറ്റ് വെഹിക്കിൾസിൻ്റെ വീഡിയോ നമുക്ക് ഈ ചാനലിലൂടെ തന്നെ കാണാൻ പറ്റും. ഏതായാലും മറ്റേ ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.